ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് റെഗുലേഷനിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇന്ത്യയിലെ കോൺട്രാക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലെ പ്രൊവിഷൻസുകളും അതിലെ റൂൾസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ കോൺട്രാക്റ്റുകളെ ഒക്കെ റെഗുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കോൺട്രാക്റ്റ് ആക്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളുടെ ടെർമിനോളജികളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഓഫർ, എന്താണ് അക്സെപ്റ്റൻസ്, എങ്ങനെയൊക്കെയാണ് ഒരു ഓഫർ ബൈൻഡിങ് ആവുക, അതുപോലെ അക്സെപ്റ്റൻസ് എങ്ങനെയൊക്കെയാണ് കൺഫേം ആവുക, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമവശങ്ങളും ഈ കോൺട്രാക്റ്റ് ആക്റ്റിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അതുപോലെ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ പ്രിലിമിനറി പാർട്ടിൽ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ പേര് എന്താണെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. നോർമലി ഏതൊരു ആക്ടിൻ്റെയും പേര് മെൻഷൻ ചെയ്യുന്നത് അത് ഏത് വർഷമാണോ എനാക്ട് ചെയ്തിട്ടുള്ളത് ആ വർഷം കൂടെ ഇതിനോട് കൂടെ ആഡ് ചെയ്തിട്ടാണ്. അതുപോലെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റും എനാക്ട് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് കാലത്തായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 ആണ്. അതായത് ഇന്ത്യ വരുന്നതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രാക്റ്റ് ആക്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു നിയമം എവിടൊക്കെ അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഇന്ത്യയിൽ എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്, ജമ്മു ആൻഡ് കാശ്മീരിൽ ഒഴികെ എന്ന് പറയുന്നുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യം നമുക്ക് പുതിയ നിയമവശങ്ങളുടെ അടിസ്ഥാനത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോഴും ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളതെങ്കിലും അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കാരണം ജമ്മു ആൻഡ് കാശ്മീരിനുള്ള എല്ലാവിധ പ്രിവിലേജുകളും ഒഴിവാക്കിയത് കാരണം ജമ്മു ആൻഡ് കാശ്മീരിനും ഇപ്പോൾ നിലവിൽ ഇത് അപ്ലിക്കബിൾ ആവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെന്നായാലും ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു അടിസ്ഥാനത്തിൽ 1872 ആക്ട് ഇന്ത്യയിൽ ഹോൾ ഇന്ത്യ അപ്ലിക്കബിൾ ആണ്, എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ആക്ട് 1872 എന്നതെങ്കിലും അത് എനാക്ട് ചെയ്തിട്ട് അത് ഇന്ത്യയിൽ അപ്ലിക്കബിൾ ആയത് എന്ന് മുതലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 1 1872 സെപ്റ്റംബർ 1 മുതലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കോൺട്രാക്റ്റ് ആക്ട് നമുക്ക് ഇന്ത്യയിൽ അപ്ലിക്കബിൾ ആയത് എംഫോഴ്സ് ചെയ്തിട്ടുള്ളത്. അതായത് നിയമം 1872 ആണെങ്കിലും ഏത് ദിവസം തൊട്ടിട്ടാണ് ഈ കോൺട്രാക്റ്റ് ആക്ട് നമുക്ക് ബാധകമായത്, അത് സെപ്റ്റംബർ 1 മുതലുള്ള എല്ലാ കോൺട്രാക്റ്റുകൾക്കുമാണ്. 1872 സെപ്റ്റംബർ 1 മുതലുള്ള എല്ലാ കോൺട്രാക്റ്റുകൾക്കുമാണ് ഈ കോൺട്രാക്റ്റ് ആക്ട് അനുസൃതമായിട്ടുള്ള നിയമങ്ങൾ അപ്ലിക്കബിളായി വരുന്നത്. അതുപോലെ ഏതൊരു ആക്ട് പഠിക്കുമ്പോഴും ആ ആക്റ്റിലുള്ള കുറച്ച് ടെർമിനോളജികളുണ്ട്, അതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ചാപ്റ്റർ, ആർട്ടിക്കിൾ, സെക്ഷൻ, സബ്സെക്ഷൻ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ എടുക്കുക. ടെക്സ്റ്റ് ബുക്കിന് നമ്മൾ സെപ്പറേറ്റ് മൊത്തം എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയനെ ഒരു ചാപ്റ്ററായിട്ട് അങ്ങനെ നമ്മൾ ചാപ്റ്ററായിട്ട് കട്ട് ചെയ്യൂലേ, അതേപോലെ ഒരു ആക്ടിനെയും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏരിയനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചാപ്റ്റർ എന്നും അതിൻ്റെ സബായിട്ടുള്ള സെക്ഷനുകളെ ആർട്ടിക്കിളായിട്ടും ഈ ആർട്ടിക്കിനുള്ളിൽ വീണ്ടും പാരഗ്രാഫുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനെ സെക്ഷൻസും സബ്സെക്ഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഏതൊരു ആക്ട് പഠിക്കുമ്പോഴും നമ്മൾ സെക്ഷൻ, സബ്സെക്ഷൻ, അതുപോലെ ചാപ്റ്റർ, ആർട്ടിക്കിൾ ഇങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. നോർമലി എപ്പോഴും നമ്മുടെ ചർച്ചയിൽ വരിക ആർട്ടിക്കിളും ചാപ്റ്ററും അല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുക സെക്ഷന്, സബ്സെക്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചാപ്റ്ററും ആർട്ടിക്കിളും ഒന്നും പഠിക്കേണ്ടതില്ല എങ്കിലും ചില പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഇന്ന സെക്ഷൻ്റെ അടിസ്ഥാനത്തിൽ എന്ന രീതിയിൽ നമ്മൾ പറയും. അപ്പോൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സെക്ഷൻസ് വരുമ്പോൾ ഞാൻ പ്രത്യേകം ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും, ഇന്ന സെക്ഷൻ ഇത് നിങ്ങൾ ഓർത്തു വെക്കുക എന്നുള്ള രീതിയിൽ. ഓക്കെ, ഏതൊരു ആക്ട് പഠിക്കുമ്പോഴും നമുക്ക് ആ ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കേണ്ടി വരും. എല്ലാ ആക്ടിൻ്റെയും രണ്ടാമത്തെ സെക്ഷൻ അതിൽ കുറേ ഡെഫിനിഷൻസ് ആയിരിക്കും പ്രതിപാദിക്കുന്നുണ്ടാവുക. അതുപോലെ
കോൺട്രാക്റ്റ് ആക്ടിൻ്റെയും രണ്ടാമത്തെ സെക്ഷൻ കുറച്ച് ഡെഫിനിഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് കോൺട്രാക്റ്റ് എന്ന ടേമിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചർച്ച ചെയ്യാം. സെക്ഷൻ 2 ക്ലോസ് എച്ച് ആണ്, അതായത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 2 ബ്രാക്കറ്റിൽ ഇട്ടതുകൊണ്ട് തന്നെ അത് ക്ലോസ് എച്ച് എന്താണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം സെക്ഷൻ 2 ക്ലോസ് എച്ച് ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആൻ അഗ്രിമെൻറ്റ് എംഫോഴ്സബിൾ ബൈ ലോ. അതായത് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു അഗ്രിമെൻ്റ് ആണ്, രണ്ടാളുകൾ തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റ് ആണ്. എംഫോഴ്സബിൾ ബൈ ലോ, എല്ലാ അഗ്രിമെൻറ്റും അല്ല, എംഫോഴ്സബിൾ ബൈ ലോ, നിയമപരമായിട്ട് അത് എംഫോഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അത്തരം അഗ്രിമെൻറ്റുകൾ മാത്രമേ കോൺട്രാക്റ്റ് എന്ന് പറയുള്ളൂ. അപ്പം എന്താണ് പറഞ്ഞു വരുന്നത്? നിയമപരമായിട്ട് സാധുതയുള്ള അഗ്രിമെൻറ്റുകൾ മാത്രമേ നമുക്ക് കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോൺട്രാക്റ്റ് വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് എന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് രണ്ട് എലമെൻറ്റിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് അഗ്രിമെൻറ്റ്, രണ്ടാമത് എംഫോഴ്സബിലിറ്റി. അപ്പോൾ നമുക്ക് കോൺട്രാക്റ്റ് ആക്ട് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, അഗ്രിമെൻറ്റിനെ കോൺട്രാക്റ്റ് ആക്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, അതുപോലെ എംഫോഴ്സബിലിറ്റി എന്ത് രീതിയിലാണ് എംഫോഴ്സബിൾ ആവുക എന്നുള്ളതും നമുക്ക് ചർച്ച ചെയ്യാം. കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ച് തന്നെ ചർച്ച ചെയ്യാം. ഇതിലിപ്പോൾ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ എന്താണ് അഗ്രിമെൻ്റ്, എംഫോഴ്സബിൾ ആയിട്ടുള്ള അഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇന്ത്യയിൽ കുറച്ച് കഞ്ചാവ് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് അഗ്രിമെൻ്റ് ഇട്ട് കഴിഞ്ഞാൽ രണ്ടാളുകൾ തമ്മിലുള്ള അഗ്രിമെൻ്റ് ആവാം, പക്ഷേ അത് നിയമപരമായിട്ട് ആ കഞ്ചാവ് വിൽപ്പന എന്ന് പറയുന്നത് ഇവിടെ ഇല്ലീഗലാണ്. അതുകൊണ്ട് തന്നെ അത് എംഫോഴ്സ് ചെയ്യാൻ, അതായത് മറ്റേ ആളോട് അത് ചെയ്യിപ്പിക്കാൻ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാം, നിയമപരമായിട്ട് അത് ചെയ്യിപ്പിക്കാൻ കഴിയൂല. അതായത് ഒരു അഗ്രിമെൻറ്റ് ബ്രീച്ച് ചെയ്താൽ അത് ഒരു കോൺട്രാക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺട്രാക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അത് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ, കോടതിയിൽ പോയി കഴിഞ്ഞാൽ ആ ബ്രീച്ച് വ്യവസ്ഥകളിൽ നിന്നും വ്യതിചലിച്ച് കഴിഞ്ഞാൽ കോടതി മുഖാന്തരം അത് ചെയ്യിപ്പിക്കാൻ കഴിയണം. അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള അഗ്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, കോൺട്രാക്റ്റിനെ എംഫോഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അഗ്രിമെൻറ്റിനെ എംഫോഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രാക്റ്റ് എംഫോഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അഗ്രിമെൻറ്റുകൾ മാത്രമേ കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് കോൺട്രാക്റ്റിലെ രണ്ട് എലമെൻ്റ് ആയിട്ടുള്ള അഗ്രിമെൻറ്റും അതുപോലെ എംഫോഴ്സബിലിറ്റിയെ പറ്റിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഗ്രിമെൻ്റ് എന്താണെന്ന് സെക്ഷൻ 2 ക്ലോസ് ഇ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എവരി പ്രോമിസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. അപ്പോൾ എന്താണ് അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ, അതായത് പ്രോമിസുകളാണ്, ഓഫറുകളുണ്ടല്ലോ, വാഗ്ദാനങ്ങൾ. അപ്പോൾ രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാനം ചെയ്യുക, ആ രണ്ട് വാഗ്ദാനങ്ങൾ രണ്ടു പേർക്കും കൺസിഡറേഷനാണ്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മൂല്യം ഉണ്ടാവുക, സംതിങ് ഇൻ റിട്ടേൺ, എന്തെങ്കിലും റിട്ടേൺ കിട്ടണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളുകൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഒരാൾ പറയുന്നു ഞാൻ എൻ്റെ കയ്യിലുള്ള വാച്ച് നിനക്ക് തരാം, ഞാൻ നിനക്ക് തരാം. അപ്പോൾ മറ്റാൾ പറഞ്ഞു ഓക്കെ 2000 രൂപക്കാണെങ്കിൽ ആ വാച്ച് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഒന്നാമത്തെ ആൾ എൻ്റെ കയ്യിലുള്ള വാച്ച് നിനക്ക് തരാം എന്ന് പറയുന്ന ഒരു പ്രോമിസാണ്. രണ്ടാമത്തെ ആൾ ഓക്കെ 2000 രൂപക്കാണെങ്കിൽ ആ വാച്ച് ഞാൻ വാങ്ങിക്കോളാം എന്ന് പറയുന്ന മറ്റൊരു പ്രോമിസാണ്. ഇത് രണ്ട് പ്രോമിസുകളാണ്. ഇതേ സമയം രണ്ടാൾക്കും തമ്മിൽ അതിൽ കൺസിഡറേഷൻ ഉണ്ട്. അതായത് ഒന്നാമത്തെ ആൾക്ക് 2000 രൂപയാണ് സംതിങ് ഇൻ റിട്ടേൺ, മറ്റേ ആൾക്ക് സംതിങ് ഇൻ റിട്ടേൺ എന്ന് പറയുന്നത് ആ വാച്ചാണ്. അപ്പോൾ രണ്ടാൾ പ്രോമിസ് വേണം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോമിസസ് വേണം. അതേപോലെ തന്നെ രണ്ടു പേർക്കും ഒരു കൺസിഡറേഷൻ, എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് കിട്ടും വേണം. ഇപ്പം ഈ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു കൊടുത്ത് ഒന്നാമത്തെ ആൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വാച്ച് തരാന്ന് പറയുന്ന ആൾക്ക് 2000 രൂപ കിട്ടുന്നുണ്ട്. 2000 രൂപ കൊടുക്കാന്ന് പറഞ്ഞ ആൾക്കോ
തിരിച്ച് വാച്ചും കിട്ടുന്നുണ്ട്. ഇപ്പോൾ മുകളിൽ പറഞ്ഞ ഇതിലിപ്പോൾ ഒന്നാമതിൽ എനിക്ക് എൻ്റെ വാച്ച് തരാം എന്ന് പറയുന്ന ഒരു ഓഫറാണ്. അതുപോലെ 2000 രൂപക്കാണെങ്കിൽ ഞാനത് വാങ്ങാം എന്ന് പറയുന്നത് മറ്റൊരു ഓഫറാണ്. 2 ഓഫറുണ്ട്. ഇനി നേരെ മറിച്ച് ചില സന്ദർഭങ്ങളിൽ ഞാൻ എൻ്റെ കാറ് വിൽക്കുന്നുണ്ട്, അതിന് 1.5 ലക്ഷം രൂപ തന്നാൽ ഞാൻ എൻ്റെ കാറ് നിനക്ക് വിൽക്കാമെന്ന് പറയുന്നു. അപ്പോൾ മറ്റാൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയും പ്രോമിസ് ഉണ്ട്. ആ പ്രോമിസ് മറ്റേ ആൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ 2 പേർക്കും കൺസിഡറേഷൻ ഉണ്ട്. പ്രോമിസ് ആവാം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോമിസസ് ആവാം. ഫോമിങ് ആൻഡ് കൺസിഡറേഷൻ ഈച്ച് അത് 2 പേർക്കും അതൊരു കൺസിഡറേഷൻ ഉണ്ടാവും വേണം. അപ്പോൾ ഇപ്പോൾ ഈ കാറിൻ്റെ ഉദാഹരണത്തിൽ ഒരു പ്രോമിസ് ഉണ്ട്, അത് മറ്റേ ആൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. 2 പേർക്കും ഒരാൾക്കൊരു കാർ കിട്ടുന്നുണ്ട്, മറ്റേ ആൾക്ക് ക്യാഷും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഒരു അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. പ്രോമിസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോമിസസ് വേണം, അതോടുകൂടെ തന്നെ കൺസിഡറേഷനും വേണം, എന്തെങ്കിലും റിട്ടേൺ കിട്ടണം. അപ്പോൾ 2 പേർക്കും ഈ 2 ഉദാഹരണങ്ങളും എന്തെങ്കിലും റിട്ടേൺ കിട്ടുന്നുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് എംഫോസബിലിറ്റി എന്ന് പറയുന്നത് അതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ 10 ഓഫ് കോൺട്രാക്റ്റ് ആക്ട് ആണ് എംഫോസബിലിറ്റിയെ പറ്റി പറയുന്നത്. ഇനി എംഫോസബിലിറ്റി, രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള എംഫോസബിലിറ്റി പറ്റിയാണ് നമ്മൾ പറയുന്നത്. എംഫോസബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഒരു അഗ്രിമെൻ്റ് അത് ലീഗലി അല്ലെങ്കിൽ ലോഫുള്ളി അത് എംഫോസിബിൾ ചെയ്യാൻ പറ്റുന്ന, ലീഗലി എംഫോസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു കോൺട്രാക്റ്റ് ആയി മാറുള്ളൂ. അപ്പോൾ എംഫോസിബിൾ എങ്ങനെ ആവുക എന്നുള്ളതാണ് അത് പറയുന്നത് സെക്ഷൻ 10 ഓഫ് കോൺട്രാക്റ്റ് ആക്ട് ആണ്. അതെങ്ങനെ എന്താ പറയുന്നത് നോക്കുക. ഓൾ അഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്ട്സ്, എല്ലാ അഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആവും എപ്പോഴാണ്, ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ഫ്രീ കോൺസെൻറ്റ് ഓഫ് പാർട്ടീസ് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ്. ഈ കോൺട്രാക്റ്റിൽ കോമ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രാക്റ്റിലുള്ള പാർട്ടികൾ, ആ പാർട്ടികളുടെ ഫ്രീ കോൺസെൻറ്റോട് കൂടിയാണ് അത് ചെയ്തിട്ടുള്ളത്. അതായത് അവരുടെ കൺസെൻറ്റ് ഫ്രീ ആയിരിക്കണം. അതായത് അവർ 2 പേരും പരസ്പര ധാരണയോട് കൂടിയായിരിക്കണം. അതായത് ഒരിക്കലും രണ്ടാളും തമ്മിലുള്ള കൺസെൻറ്റ് എങ്ങനെ ഉണ്ടാവുന്നത്, അതൊരിക്കലും ഒരാളെ ത്രട്ടൻ ചെയ്തിട്ടോ തോക്കിൻ്റെ മുൾമുനയിൽ നിർത്തിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എന്ത് ചെയ്യരുത്, ഗൺ പോയിന്റിൽ നിർത്തിയിട്ടൊന്നുമുള്ള എന്ത് ചെയ്യരുത്, കോൺട്രാക്റ്റ് ആവരുത്. അങ്ങനെ പല കാര്യങ്ങളും കൺസെൻറ്റ് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഫ്രീ കൺസെൻറ്റ് മാത്രം ഉണ്ടായാൽ പോരാ, അത് ലോഫുൾ കൺസിഡറേഷൻ ആവണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം. അതുപോലെ അവരുടെ ഒബ്ജക്റ്റും ലോഫുൾ ആയിരിക്കണം. ഈ കോൺട്രാക്റ്റ് ചെയ്യുന്നതോടുകൂടി ഈ കോൺട്രാക്റ്റ് ഒരിക്കലും പബ്ലിക്കിന് ബുദ്ധിമുട്ടാവുന്നതാകരുത്, ഏതെങ്കിലും ആളുകളുടെ റൈറ്റിനെ ബുദ്ധിമുട്ടാക്കുന്നതാവരുത്. ഇങ്ങനെ ഫ്രീ ലോഫുൾ കൺസിഡറേഷൻ ഉണ്ട്, ലോഫുൾ ഒബ്ജക്റ്റ് ആവണം. അതൊക്കെ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ നമ്മൾ ഫ്രീ കോൺസെൻറ്റ് പറഞ്ഞു, രണ്ടാമത്തത് ലോഫുൾ കൺസിഡറേഷനും ലോഫുൾ ഒബ്ജക്റ്റും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആൻഡ് ആർ നോട്ട് ഹിയർ ബൈ എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ്. ഈ ഒരു കോൺട്രാക്റ്റ് വോയിഡ് ആണ് എന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു അഗ്രിമെൻറ്റ് വോയിഡ് ആണ് എന്ന് എക്സ്പ്രസ്ലി പറയാനും പാടില്ല. അതെന്താ കാര്യം, ചിലപ്പോൾ ഫ്രീ കൺസെൻറ്റ് ഉണ്ടാവാം, അതുപോലെ ലോഫുൾ ഒബ്ജക്റ്റ് ആവാം, ലോഫുൾ കൺസിഡറേഷൻ ആവാം. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലും ചിലപ്പോൾ ഒരു കോൺട്രാക്റ്റുകൾ വോയിഡായിട്ട് ഗവൺമെൻറ് പറയാൻ സാധ്യതയുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഇന്ത്യയും മറ്റു ഏതെങ്കിലും ഒരു രാജ്യവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ആ രാജ്യവുമായിട്ട് ഏതൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടലും വോയിഡായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കും. കാരണം അത് പലപ്പോഴും ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നുള്ള രീതിയിൽ. എന്തായാലും അത്തരം സന്ദർഭങ്ങളിൽ നമ്മളൊരു കോൺട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ ലോഫുൾ ആയിരിക്കും, ഫ്രീ കോൺസെൻറ്റ് ആയിരിക്കും, കൺസിഡറേഷനൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, നിയമപരമായിട്ട് അത് വോയിഡ് ആണെന്ന് എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കോൺട്രാക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വോയിഡായിട്ട് എക്സ്പ്രസ്ലി പറഞ്ഞതുകൊണ്ട് തന്നെ അപ്പോൾ ഈ എല്ലാ കണ്ടീഷൻസും ക്യുമുലേറ്റീവ്ലി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, എംഫോസബിൾ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഒന്നും കൂടെ ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഡെഫിനിഷൻ?
കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ആൻ അഗ്രിമെൻറ്റ് എംഫോഴ്സബിൾ ബൈ ലോ. അതായത് അഗ്രിമെൻ്റ് ആണ്, അതായത് രണ്ട് പേർ തമ്മിലുള്ള എന്താണ് പ്രോമിസ് ആവണം. ആ പ്രോമിസിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പേർക്കും എന്ത് ചെയ്യണം, കൺസിഡറേഷൻ കിട്ടണം. അതേപോലെ തന്നെ ആ പ്രോമിസുകൾ രണ്ട് പേരും തമ്മിലുള്ള പ്രോമിസ് എന്താവണം, ഫ്രീ കൺസെൻറ്റോട് കൂടെ ആയിരിക്കണം. ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷനും ലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റും ഉണ്ടായിരിക്കണം. ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വോയിഡ് ആകാൻ പറ്റൂല. ഇത്തരമുള്ള ഒരു അഗ്രിമെൻറ്റ് വന്നാൽ മാത്രമേ അതിന് നമുക്ക് കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാ അഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആവൂല. എല്ലാ അഗ്രിമെൻറ്റും ഒരിക്കലും കോൺട്രാക്റ്റ് ആവൂല. എന്നാൽ എല്ലാ കോൺട്രാക്റ്റുകളും എന്താണ്, അഗ്രിമെൻറ്റ് ഉൾപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ക്ലിയർ ആവുക. അതായത് ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല, അഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിൽ ഡിഫറൻ്റ് ആണ്. അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എല്ലാ അഗ്രിമെൻറ്റും ഒരിക്കലും കോൺട്രാക്റ്റ് ആവില്ല. അതായത് അഗ്രിമെൻ്റ് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ, കോൺട്രാക്റ്റ് ആവുള്ളൂ. അപ്പം എല്ലാ അഗ്രിമെൻറ്റും എന്തല്ല, കോൺട്രാക്റ്റ് അല്ല. പക്ഷേ എല്ലാ കോൺട്രാക്റ്റുകളും ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന അഗ്രിമെൻറ്റുകളാണ്. ഓക്കെ, ഇത് പലപ്പോഴും ചോദ്യമായിട്ട് വരാറുണ്ട്. എല്ലാ കോൺട്രാക്റ്റും അഗ്രിമെൻ്റ് ആണോ, അല്ലെങ്കിൽ എല്ലാ അഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആണ്, എല്ലാ കോൺട്രാക്റ്റുകളും അഗ്രിമെൻറ്റ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും. ഈ സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് ആണോ അല്ല എന്ന് ചോദിക്കും. അപ്പോൾ നമുക്കൊന്നേ പറയാനുള്ളൂ, എല്ലാ കോൺട്രാക്റ്റും ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന അഗ്രിമെൻ്റ് ആണ്. പക്ഷേ എല്ലാ അഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് അല്ല എന്നുള്ളത് ആണ് അതിൻ്റെ കൺക്ലൂഷൻ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതോടുകൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കറക്റ്റ് മനസ്സിലാക്കുക, ലോ എന്നൊരു ചാപ്റ്ററാണ്, ലോ എന്നൊരു സബ്ജക്റ്റാണ് ഇത്. ഇതിലുള്ള ഡെഫിനിഷൻസും ഇതിലുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് വേർഡ് ടു വേർഡ് ക്ലിയറായി മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സെക്ഷൻ ഇ പഠിച്ചു, സെക്ഷൻ 2E പഠിച്ചു, സെക്ഷൻ 2H പഠിച്ചു, അതുപോലെ സെക്ഷൻ 10 നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്ഷൻ 2H എന്താണ്, കോൺട്രാക്റ്റിനെ പറ്റി പറയുന്നതാണ്. സെക്ഷൻ 2E എന്താണ്, അഗ്രിമെൻറ്റ്. 2E അഗ്രിമെൻറ്റ്, അതിൽ ഇ ഓർത്താൽ മതി, അഗ്രിമെൻറ്റ്. പിന്നെ സെക്ഷൻ 10 എന്താണ്, വാലിഡിറ്റി അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് എംഫോഴ്സബിലിറ്റി ആണ്. എംഫോഴ്സബിലിറ്റിനെ പറ്റി പഠിക്കുന്നതാണ് സെക്ഷൻ 10. ഇങ്ങനെ 3 സെക്ഷൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി തൽക്കാലം ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.